കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടെല്ലാവരോടും ഒരുമിച്ച് ഈ സന്ധ്യയിൽ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണയിലും വളരെ കുറച്ച് ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. എങ്കിലും കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയും മറ്റു പലർക്കും വരാൻ കഴിയാത്തതിൽ അവർക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി ഒരു ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പിന്നെയും ആയിരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. ഒന്ന് രണ്ട് ആഴ്ചകൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് കഴിയാതെ സ്കിപ്പ് ചെയ്ത് മറ്റ് അത്യാവശ്യ കാര്യങ്ങളാൽ പോകേണ്ടതായിട്ട് വന്നു. നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് അവിടെ ലൈഫിന്റെ ഈ മീറ്റിങ്ങിന് കടന്നു വരുന്നത്. ഈ മീറ്റിങ്ങിൽ വരുന്നത് നിങ്ങളെ കാണുന്നതും വലിയ സന്തോഷമാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു അവസരം ദൈവം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ആ ചുരുങ്ങിയ സമയം വളരെ വേഗത്തിൽ നമ്മൾ ദൈവവചന ഭാഗങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10, എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വചനമൊക്കെ കയ്യിലെടുത്ത് വായിക്കുന്ന ഒരു വേഗത്തിൽ ആ ഒരു ഭാഗത്തെ കടന്നു വരുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. ആ ഭാഗം ഞാൻ തന്നെ വായിക്കട്ടെ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. വളരെ ഹൃദയമായ ഒരു വാക്യമാണ്. ഹൃദയം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും നാം എന്താണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള യഥാർത്ഥ പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ പലരുടെയും പ്രശ്നം. എന്നാൽ ഇവിടെ ഈ ഒരു രക്ഷയിലേക്ക് നമ്മളെ വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യവും വിളിച്ചതിന്റെ പദ്ധതി എന്താണെന്നും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ ഇതിൽ കൂടി എന്തൊക്കെ ലഭിക്കും എന്നുള്ള ചിന്തയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെല്ലാം ഇന്ന് രാത്രിയിൽ എനിക്ക് എന്തൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കാം പലരും. അല്ല, ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതി, പർപ്പസ് അത് മനസ്സിലാക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്ന ദൈവമക്കളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നാലും അൾട്ടിമേറ്റ്ലി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കുന്നത് ഇത്തിരി നല്ലതായിരിക്കും. ഇവിടെ എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, നാം അവന്റെ കൈപ്പണിയാണ്, അവന്റെ വർക്ക്മാൻഷിപ്പാണ്. ദൈവത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ പണിതുകൊണ്ടേ ഇരിക്കുന്ന ഒരു നിലവാരമാണ് നമുക്ക് ദൈവസന്നിധിയിലുള്ളത്. ഏതോ ഒരു സമയത്ത് പണിത് തീർത്ത എന്തെങ്കിലുമല്ല, ഏതെങ്കിലും ഒരു സമയത്ത് പണി ആരംഭിച്ച് പൂർത്തീകരിച്ചതല്ല, അല്ലെ പണിയാൻ വേണ്ടി കാത്തിരിക്കുന്നതല്ല. നാം ദൈവത്തെ കണ്ടുമുട്ടിയ നാൾ മുതൽ, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത നാൾ മുതൽ നാം അവന്റെ കരത്തിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എപ്പോഴും പണിയുകയാണ്, അവൻ എപ്പോഴും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഇഷ്ടമുള്ളതുപോലെ അവൻ നമ്മളെയൊക്കെ ആക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ കാണാം, പ്രശ്നങ്ങൾ കാണാം. ഈ പുതുക്കിപ്പണി എന്ന് പറയുന്നതും ഈ അഴിച്ചുപണി എന്നൊക്കെ പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈ പണി ഒരിക്കലും ഈസി അല്ല. പണി ഒരിക്കലും നമുക്ക് എപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. എപ്പോഴും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ മുന്നിൽ വന്ന് അതിനെയൊക്കെ ഒന്ന് ഫേസ് ചെയ്യുമ്പോൾ, അതിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പണി പൂർത്തീകരണത്തിലേക്ക് വരുവാനായിട്ട്. അപ്പോൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മള് ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ്, അല്ലേ? നമ്മുടെ നെറ്റിയിലൊക്കെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ലേബലുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മൾ പണിയിൽ
ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവനിൽ ചില രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനിൽ ദൈവികമായ ഉദ്ദേശങ്ങൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മളിൽ ചില കാര്യങ്ങളെ ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ദൈവം അത് ആ ഡിസൈനിലേക്ക് വരാനായിട്ട് അതിങ്ങനെ ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രൊഫഷൻ ആർക്കിടെക്ചറൽ പ്രൊഫഷനാണ്. അപ്പം ഞാൻ ഈ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ആശയങ്ങൾ കടന്നു വരുന്നു. ഈ എന്നെ പോലെ ബിൽഡേഴ്സ് ആയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ, നമ്മളൊരു ഭവനം അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നമ്മൾ ഡിസൈൻ ചെയ്യും. നമ്മളത് ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ നമ്മൾ ഫ്രീസ് ചെയ്യും. നമ്മൾ ആ ഡിസൈൻ ഫ്രീസ് ചെയ്ത് ക്ലയന്റിന്റെ നമ്മൾ അപ്രൂവൽ ചെയ്യും. ആ ഡിസൈൻ ആവശ്യമായ സ്ട്രക്ചറൽ എലമെന്റ്സ് എല്ലാം നമ്മൾ അതിനോടൊപ്പം ഡിസൈൻ ചെയ്യും. ഇതിനെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്ത ശേഷമാണ് നമ്മൾ പണി ആരംഭിക്കുന്നത്. നമ്മളൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി തെറ്റുകളുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില ഭാഗങ്ങൾ, നമ്മൾ കുറച്ചുകൂടെ വ്യത്യസ്തമായി ഇത് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. കാര്യം അത് നമ്മൾ ചെയ്യാൻ പോയാൽ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവനത് നഷ്ടമാണ്. അവൻ ചെയ്യത്തില്ല. അഥവാ ഡിസൈനർ അവനോട് പറയുകയാണ് ഇതൊന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്താൽ കൊള്ളാമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും കോൺട്രാക്ടർ എഗ്രി ചെയ്യില്ല. കാര്യം അവൻ അതിന്റെ വേരിയേഷൻ കിട്ടാത്തിടത്തോളം കാലം അവനത് ചെയ്യുവാനായിട്ട് കഴിയും. നേരെ മറിച്ച് ആ പ്രോജക്റ്റ് തീരേണ്ടത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന പല തെറ്റുകളും നമ്മൾ അത് ഇഗ്നോർ ചെയ്യുവാനായിട്ട് ഇടയാകും. നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ക്ലയന്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാതെ അതെങ്ങനെ കടന്നു വന്നോ ആ രീതിയിൽ ആ വർക്ക് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ ഒരു ദിവസം അതേത് രീതിയിൽ ഡിസൈൻ ചെയ്തോ അതേ രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത്, ഒരുപക്ഷെ അതേ രീതിയിൽ പോലും ആയില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് ആ പ്രോജക്റ്റ് അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ നമ്മളെ കുറിച്ചൊരു പണി ഏറ്റെടുത്തിരിക്കുന്ന ദൈവം അങ്ങനെയല്ല. അവന്റെ കയ്യിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു പോയാൽ, അല്ല അവന് നമ്മളെക്കുറിച്ചൊരു പുതിയ പദ്ധതി ഇന്ന് രാത്രി തോന്നിയാൽ, അവൻ ഒന്നും നോക്കാതെ നമ്മളെ അവന്റെ ഇഷ്ടപ്രകാരം പണിയാനായിട്ട് പിന്നെയും അവന്റെ കരങ്ങളിൽ എടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യിരെമ്യാവിനോട് ദൈവം പറയുന്നത് നീ കുശവന്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആ കാര്യങ്ങൾ നമുക്കറിയാം. കുശവന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ യിരെമ്യാവിന് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. കുശവന്റെ വീട്ടിൽ ചെല്ലുന്ന എന്തിനാണെന്നും ദൈവം പറയുന്നില്ല. സാധാരണ ഒരു വീട്ടിൽ ചെല്ലുന്നതിന്റെ കൂട്ടല്ല കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അനുഭവം. മറ്റെല്ലാം വീട്ടിൽ അവന് വാം വെൽക്കം ഉണ്ടായിരുന്നിരിക്കാം, അവനെ സൽക്കരിക്കുന്ന ഒരു രീതി അവിടെ കണ്ടെന്നിരിക്കാം. പക്ഷെ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ തന്റെ പണി ഇട്ട് കളഞ്ഞിട്ട് യിരെമ്യാവിനെ വന്ന് അഭിവാദ്യം ചെയ്യുന്നൊന്നുമല്ല കാണുന്നത്. യിരെമ്യാവ് വന്നപ്പോഴും മറ്റ് പല കാര്യങ്ങൾ അവിടെ നടക്കുമ്പോഴും ഒരു ഗസ്റ്റ് അവന്റെ വീട്ടിലേക്ക് വരുമ്പോഴും അവൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന മണ്ണിനോടുള്ള ഉത്തരവാദിത്വം അവൻ ഒട്ടും കുറയ്ക്കാതെ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ദൈവമക്കളെ, ഞാനൊരു ദൂത് ഇവിടെ നിന്നുകൊണ്ട് പറയട്ടെ. നമ്മളെ അവന്റെ കൈകളിൽ അവൻ വഹിച്ചിരിക്കുന്നത് കൊണ്ട്, നമ്മൾ അവന്റെ പണിയായിരിക്കുന്നത് കൊണ്ട്, ഇന്ന് രാത്രികാലം എത്ര വലിയ കാര്യങ്ങൾ എവിടൊക്കെ നടന്നാലും നമ്മളോടുള്ള പണി അവൻ ഉപേക്ഷയായി വിചാരിക്കത്തില്ല. നമ്മളെ അവൻ മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ കയ്യിലെടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന പണി അവൻ നിർത്തുകയില്ല. ഇന്ന് രാത്രികാലം ഒരല്പം മെരുങ്ങി, ഒരല്പം ഒന്നയഞ്ഞ്, ഒരല്പം സ്വാതന്ത്ര്യത്തോടു കൂടി അവന്റെ കയ്യിൽ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ രാത്രികാലം ഒരു പ്രതിസന്ധികളും ഇല്ലാതെ പണിയപ്പെടുവാൻ കഴിയുന്ന ഒരാത്മീക നിലവാരത്തിലേക്ക് നാം ആയിത്തീരേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം പരിശുദ്ധാത്മാവ് അതിന് തയ്യാറാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം അതിനൊന്ന് തയ്യാറാക്കി കൊടുത്താൽ ദൈവികമായ പദ്ധതിയുടെ വലിയ വൻ കാര്യങ്ങളെ നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് രാത്രികാലം ദൈവശക്തനാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ആരെയൊക്കെയോ അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെതായ ഹല്ലേലൂയ ചില പ്രശ്നങ്ങളിലൂടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. എന്നാൽ സാരമില്ല,
ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രികാലം നീ അവന്റെ കയ്യിൽ സുരക്ഷിതനാണ്. നീ അവന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു 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 മൺപാത്രമായി നീ ഏൽപ്പിച്ചു കൊടുത്താൽ അവന് നിന്നെ പുതുക്കി പണിയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കഴിവുണ്ട്. ഹാലലൂയ. അവന് ആശയങ്ങളുണ്ട്, നമ്മളെ കുറിച്ച് പദ്ധതികളുണ്ട്. ഹാലലൂയ. പദ്ധതിയില്ലാത്ത ഒരു വ്യക്തിത്വമല്ല നമ്മൾ, ഒരു പ്ലാനും ഇല്ലാത്തവരല്ല. ഒരു പക്ഷെ എന്നെ കേൾക്കുന്നവര് പല ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു അവന്റെ പണി തീർന്നു പോയിട്ടില്ല, അവന്റെ പണി തീർന്നു പോയിട്ടില്ല. അവൻ കൊള്ളാവുന്ന പാത്രമായി പിന്നെയും പണിതുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. ഒരുപക്ഷെ 60കളിലും 70കളിലും 80കളിലും ഒക്കെ ഇരുന്ന് എന്നെ കേൾക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇല്ല, പണി കഴിഞ്ഞിട്ടില്ല, പണി പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഇനി യൂസ് ചെയ്യാനായിട്ട് കഴിയും, ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മേൽ ദൈവിക പദ്ധതിയുടെ പണികൾ അത്ര വിപുലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഏത് നിലവാരത്തു നിന്നും ദൈവത്തിന് നമ്മളെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിലാണോ എന്നുള്ള ഒരു ഉറപ്പ് മാത്രം ഇന്ന് രാത്രി നാം ഒന്ന് പ്രാപിച്ചെടുത്താൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ എഫേഷ്യൻസ് ചാപ്റ്റർ 2 തന്നെ അതിന്റെ 19 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ, 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഇനി ഈ പണിയുടെ ഒരു കുറച്ചുകൂടെ ശ്രേഷ്ഠതയിലേക്ക് നമുക്കൊന്ന് വെളിപ്പെടുത്തി തരികയാണ്. പറയുകയാണ്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അടുത്തത് 21 വാക്യം, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അടുത്തത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിതു വരുന്നു, ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തെ എടുത്തു കഴിഞ്ഞാൽ അവന് പണിയുന്നുണ്ട്, ദൈവം പണിയുന്നുണ്ട്. പക്ഷെ നമ്മളെ ഓരോരുത്തരെയും ദൈവം പണിയുമ്പോൾ തന്നെ ആത്മാവിൽ ഒന്നിച്ചു പണിയുന്ന ഒരു വലിയ പണി ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്തോണമേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന, വിവിധ ടൈം സോണുകളിൽ അല്ലെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പണിയെല്ലാം യോജിപ്പിക്കുന്ന ഒരു ആത്മാവിന്റെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ പണിയപ്പെടുന്ന പല പണികളും ആത്മാവിനാൽ കോർഡിനേറ്റഡ് ആയതുകൊണ്ട് ഇതൊരു വലിയ ഡിസൈനിനകത്തിൽ ചില എലമെന്റുകളായി പല സ്ഥലത്തും നമ്മളെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ യോജിക്കുമ്പോൾ ഇതൊരു വലിയൊരു പണിയായി, വലിയൊരു ഡിസൈനായി, ഒരു തെറ്റ് പറയാൻ കഴിയാത്ത, ഒരു കുറവ് പറയുവാൻ കഴിയാത്ത ഒരു വിഷയമായി ഇത് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. പല വലിയ വലിയ പ്രോജക്റ്റുകളിലും അതിന്റെ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ മാസ്റ്റർ പ്ലാനിനോട് ചേർന്ന് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് പല സ്ഥലങ്ങളിലേക്കും അത് അയച്ചു കൊടുത്തിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് അത് പണിത് കിട്ടുന്ന പല സ്ഥലങ്ങളിൽ, പല ഫാക്ടറികളിൽ, പല മേഖലകളിൽ ഈ ഡിസൈൻ അയച്ചു കൊടുത്ത് അതിന്റെ ഓരോ എലമെന്റുകൾ അത് ഒരേ സമയത്ത് പണിത് ശേഖരിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു ഫാക്ടറിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ പല ഫാക്ടറികളിലൂടെ എലമെന്റുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നാൽ ഫൈനലി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ ഡിസൈൻ പ്രകാരം ഇത് പണിതിരിക്കുന്നത് കൊണ്ട് 1 മില്ലിമീറ്ററിന്റെ പോലും വ്യത്യാസമില്ലാതെ ഇതെല്ലാം ഒരുപോലെ യോജിക്കപ്പെടുന്നത് പോലെ ദൈവമക്കളെ, നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലൂടെ നാം പണിയുന്ന ഈ ആത്മീയ പണിയുണ്ടല്ലോ, ഈ ഒരു വർക്ക്മാൻഷിപ്പ്, അത് ഒരു നമ്മളിൽ മാത്രമല്ല, ഒരു വലിയ ദൈവസഭ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ വലിയൊരു സങ്കല്പം, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന, ദൈവം കണ്ടിരിക്കുന്ന വലിയൊരു മഹത്വത്തിന്റെ പലതരം പണികളിലാണ് നാം അകപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം ഒരു വലിയ മന്ദിരമായി, ദൈവം വസിക്കുവാൻ ദൈവത്തിന് പറ്റുന്നൊരു നിവാസമായി നമ്മളെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഒരു കാര്യം മനസ്സിലാക്കണം, ആ നിവാസത്തിലെ ഓരോ എലമെന്റായി നാം പണിയപ്പെടുമ്പോൾ ഈ എലമെന്റിനെ നശിപ്പിച്ച് കളയാൻ ഒന്നിനും കഴിയാത്ത രീതിയിൽ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മുടെ പണിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം.
നമുക്കറിയാം വലിയ വലിയ പ്രോജക്റ്റുകളിലൊക്കെ ഹല്ലേലൂയ ഇൻഷുറൻസ് എടുക്കും. ആ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇൻഷുവേർഡ് ആയിരിക്കും ആ ആ ആ ഒരു പണി എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് എന്ത് തകർച്ച വന്നാലും ഇത് പണിയുന്നവർക്ക് ഒരു നഷ്ടം വരാത്ത രീതിയിൽ ആ കംപ്ലീറ്റ് വർക്കും ആ പ്രോജക്റ്റും ഇൻഷുവേർഡ് ആയിരിക്കും. ഇൻഷുറൻസ് കവർ ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം, ഇത് ഇവിടെ ദൈവത്താൽ പണിയപ്പെടുന്ന ഇതായതുകൊണ്ട് വളരെ സുരക്ഷിതമായ, ദൈവം 100% പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പണിയിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ആർക്കും നമ്മളെ നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഈ പണി ആരംഭിക്കുന്നത്, നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷയിലേക്ക് വന്നപ്പോഴാണ് ഈ പണി ആരംഭിച്ചതെന്നല്ല. ദൈവവചനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ സാംസ് 19 പറയുന്നൊരു കാര്യമുണ്ട്. സാംസ് 19 അല്ല, സാംസ് 139 അതിന്റെ വേഴ്സ് 13 and 14 നമ്മൾ വായിക്കുമ്പോൾ, 13-14 വാക്യങ്ങൾ 139-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ദൈവം നമ്മളെ മെടഞ്ഞു. അടുത്തത്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഇത് നമ്മുടെ ഒരു സൃഷ്ടിയുടെ ആരംഭമാണ്. നമ്മൾ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ നിർമ്മിക്കപ്പെടുകയാണ്. നമ്മുടെ അന്തരംഗങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ്. ദൈവത്തിന് പറ്റുന്ന രീതിയിലേക്ക് അവൻ നമ്മളെ കണ്ട് സെലക്ട് ചെയ്ത് നമ്മളുടെ ഫിസിക്കൽ ബോഡിയെ പോലും അവൻ മോൾഡ് ചെയ്തെടുത്തതാണ്. പക്ഷേ അവിടെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നീടും അവൻ കരങ്ങളിൽ എടുക്കുന്നു, പണിയുന്നു, പണിതുകൊണ്ടിരിക്കുന്നു. എന്നാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നവരാണെങ്കിലും ആ സൃഷ്ടിപ്പിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ദൈവം നമ്മളെ കണ്ടിരിക്കുന്ന സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്, അവന് ഹിതമുള്ളവണ്ണം അവന്റെ കൈകളിലെടുത്ത് പിന്നെയും അവൻ ഏത് സമയവും പണിയുവാൻ കഴിയുന്ന തരത്തിൽ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ആദാമിനെ ഹവ്വയും ദൈവം സൃഷ്ടിച്ചാണ്. വരിക, നാം നമ്മുടെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് പിതാവായ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് കടന്നു വരുന്ന നടത്തുന്ന ഒരു പണിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു എന്ന ഇമേജിനെ മുന്നിൽ നിർത്തിയാണ് മനുഷ്യനെ പണിതിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ പണിത്. എന്നാൽ ആ പണിയിൽ ഒരു പാളിച്ച വന്നത് സാത്താന്റെ ഇടപെടൽ ആ തോട്ടത്തിൽ വന്നപ്പോഴാണ്. ഒരു അനുസരണക്കേടിന്റെ ഒരു അപാകത ആ പണിയെ ബാധിച്ചു. എന്നാൽ ദൈവത്തിന് അവിടെ പുതുക്കി പണിയുവാനായിട്ട് ദൈവം തയ്യാറായില്ല. എന്നാൽ ദൈവത്തിന് അല്പനാളുകൾ ഈ മനുഷ്യന്റെ പണിയിൽ വേദനിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ദൈവം ചിന്തിക്കുന്നത്, ഇവനെ പണിയണമെങ്കിൽ ഒരു രൂപാന്തരത്തിലൂടെ മാത്രമേ ഇനി കഴിയത്തുള്ളൂ. ഇവനെ തിരിച്ചു പിടിക്കണമെങ്കിൽ, പിന്നെയും ദൈവിക ആശയങ്ങളിലേക്ക് ഇവനെ കൊണ്ടുവരണമെങ്കിൽ, ദൈവിക പദ്ധതിയിലേക്ക് ഇവനെ കൊണ്ടുവരണമെങ്കിൽ വീണ്ടും ഇവന്റെ മേൽ ഒരു പണി വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഒരു പണിക്കായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ ഇമേജിൽ നിർത്തി പണിത മനുഷ്യൻ തെറ്റിപ്പോയി. ആ മനുഷ്യൻ വഷളായിപ്പോയി, അല്ലെങ്കിൽ കൊള്ളാതായിപ്പോയി. പക്ഷേ അത് യേശു എന്ന് പറയുന്ന ഒരു ഇമേജിനെ ഒരു സൈഡിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് പണിതതായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു പണി കൊണ്ട് പറ്റത്തില്ല. യേശുക്രിസ്തു എന്ന മെയിൻ അടിസ്ഥാനം, ഫൗണ്ടേഷൻ, മൂലക്കല്ല്, അതിനെ ചേർത്ത് വെച്ച് പണിതാൽ മാത്രമേ ഇതിനെ നിലനിർത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ സാധാരണ ഒരു സൃഷ്ടിപ്പ് പോലെയും, നോർമലി നടന്ന ഒരു സൃഷ്ടിപ്പ് പോലെയും, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നടന്ന ഒരു സൃഷ്ടിപ്പ് പോലെയും നിസ്സാരമായിട്ടോ അല്ലെങ്കിൽ അസാധ്യകരമായ ക്രമീകരണങ്ങളിലൂടെ അല്ല ദൈവം നമ്മളെ നടത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് ഏത് ഇമേജിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചോ ആ ഇമേജിനെ മാറ്റി നിർത്തിയിട്ടല്ല, ആ ഒരു ഇമേജിൽ ഉള്ള ആത്മാവിനെ ഉള്ളിൽ പകർന്നുകൊണ്ട് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുവാനായിട്ട് തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനിലേക്ക്
കടന്നു വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ. അത് മനസ്സിലാക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ആർക്കും തകർത്ത് കളയുവാൻ കഴിയാത്ത, ഇനി ആർക്കും ഹല്ലേലൂയ സ്തോത്രം ഒന്നും ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ, ഈ പണിയെ ഒരു രീതിയിലും ഡിസ്ട്രോയ് ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ ഒരു പണിക്ക് വേണ്ടി അവൻ യേശുക്രിസ്തുവിനെ അതിന്റെ മൂലക്കല്ലായിട്ട് അങ്ങ് സ്ഥാപിക്കുവാണ്. പിതാവ് തന്റെ പുത്രനെ ഈ പണിയുടെ മൂലക്കല്ലാക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇനി ഒന്നിനും ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ ഈ പണിയിൽ ദൈവം വ്യാപൃതനായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ നമുക്കറിയാം, യെശയ്യാവ് പ്രവചിക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്. 43-ാം അധ്യായമാണ് യശയ്യാവ്, ബുക്ക് ഓഫ് യെശയ്യ ചാപ്റ്റർ 43 പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഈ ഒരു 2 വാക്യത്തിൽ എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള 2 വാക്ക്, സൃഷ്ടിപ്പ്, നിർമ്മാണം, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സൃഷ്ടിക്കുക, നിർമ്മിക്കുക. ഈ ദൈവം പലതിനെ സൃഷ്ടിച്ചപ്പോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി വന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ മനുഷ്യനെ ദൈവം നിർമ്മിക്കുക ഉണ്ടായത്. അവൻ കയ്യിൽ മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യനെ നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഉണ്ടായ തലമുറ മുഴുവൻ അങ്ങനെ മണ്ണെടുത്ത് കുഴച്ചുണ്ടായതല്ല, ആണോ? സ്ത്രീയിലൂടെ ശാപഗ്രസ്തമായ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്ത്രീയോട് പറയുകയാണ്, നീ വേദനിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. പിന്നീട് മുഴുവൻ ലോകത്തിലൊരു സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ട് ഈ മനുഷ്യന്റെ പിന്നീടുള്ള ഹല്ലേലൂയ സൃഷ്ടിപ്പുകൾ നടക്കുകയാണ്. പിന്നീടുള്ളവരെ എല്ലാവരെയും കൈകൊണ്ട് സൃഷ്ടിച്ചതല്ല, പക്ഷേ ആത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ തിരഞ്ഞെടുത്ത നമ്മളെ അമ്മയുടെ ഉദരത്തിൽ അവന്റെ കരം തൊട്ടുന്ന് നിർമ്മിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് അവന് വേണ്ട, അവൻ തിരഞ്ഞെടുത്ത, അവൻ കണ്ടിരിക്കുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള നമ്മെ പോലെയുള്ള ദൈവമക്കളെ അവൻ അമ്മയുടെ ഉദരത്തിൽ തന്നെ ഇടപെട്ട് അവൻ അങ്ങനെ ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരിക്കൽ ആദാമിനെ കയ്യിലെടുത്ത് മെനഞ്ഞ ദൈവം പിന്നീട് അതിനെ ശ്രമിക്കാതിരിക്കുമ്പോൾ, പിന്നീട് ദൈവിക പദ്ധതിയിലേക്ക് താൻ തെരഞ്ഞെടുക്കുന്ന ചിലരെ മാത്രം ആ ഒരവസ്ഥയിലൂടെ കൊണ്ടുപോവുകയാണ്. ലോകത്തിലുള്ള മറ്റെല്ലാവരും സാധാരണ സൃഷ്ടികളായി മാറുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ പിന്നെയും അവൻ കരങ്ങളിലെടുക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. ഈ രാത്രികാലം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവേശുവിനെ മൂലക്കല്ലാക്കി പണിയുന്ന പണിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മളെയൊക്കെ തലോടുന്ന, തൊടുന്ന, നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെയൊക്കെ മാറ്റിമറിക്കുന്ന ദൈവിക സ്പർശനം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ഹല്ലേലൂയ. ഒരു പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് രാത്രി ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ള നിന്നെ അവന്റെ കരസ്പർശനങ്ങൾ കൊണ്ട് അവൻ ഇന്നും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്നും നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്നും അവൻ ആവശ്യമുള്ള രീതിയിൽ അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ നോക്കേണ്ടുന്ന ഒരു കാര്യം, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വിഷയമാണിതെങ്കിലും അതിൽ നമുക്ക് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഈ സൃഷ്ടിപ്പിൽ ഇവിടെ യാക്കോബിനോട് പറയുന്നത്, നിന്നെ ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചതാണ്. യാക്കോബിനെ സംബന്ധിച്ച് നമുക്ക് 2 വ്യക്തികൾ യാക്കോബിന്റെ ജനന സമയത്ത് 2 പേരുണ്ടായിരുന്നു, അല്ലേ? ഇവര് ട്വിൻസ് ആയിരുന്നു, ഏശാവും യാക്കോബും. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ടൊരു കാര്യമുണ്ട്. അവിടെ ബൈബിള് പറയുന്നുണ്ട്, അവൻ ഏശാവിനെ ദ്വേഷിച്ചിട്ടാണ് യാക്കോബിനെ എന്ത് ചെയ്ത് സ്നേഹിച്ചത്. സൃഷ്ടിപ്പിനെ പലതിനും ദൈവം ദ്വേഷിക്കുന്നു, എന്നാൽ സൃഷ്ടിപ്പിനെ പലതിനെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നതിനെ അവൻ കരങ്ങളിലെടുക്കും. യാക്കോബിനോട് പറയുകയാണ്, നിന്നെ സൃഷ്ടിച്ചതാണ് ഞാൻ, പക്ഷെ നിന്നെ മാത്രമല്ല, നിന്നോടൊപ്പം നീ ജനിച്ചപ്പോ തന്നെ നിന്നോട് കൂടെ ഒരുത്തനെ കൂടെ ഞാൻ സൃഷ്ടിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അബ്രഹാമിലൂടെയുള്ള വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ, ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവികമായ മർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് ദൈവം കണ്ടിരുന്നത് യാക്കോബിനെയായിരുന്നു. യാക്കോബിനെ ദൈവം സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. സ്വാഭാവികമായിട്ട് യാക്കോബിന്റെ അമ്മയും ഏശാവിനെ കഴിഞ്ഞ് കൂടുതൽ യാക്കോബിനെയാണ് സ്നേഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം സ്നേഹിക്കുന്നതിനെ മറ്റു പലതും സ്നേഹിക്കേണ്ടതായിട്ട് വരും.
പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, ഇമ്പോർട്ടൻസ് ലഭിക്കേണ്ടതായിട്ട് വരും. ദൈവം പരിഗണിക്കുന്നതിനെ മനുഷ്യൻ പരിഗണിക്കേണ്ടതായിട്ട് വരും. ദൈവം പരിഗണിക്കുന്നതിനെ ഉപേക്ഷിക്കുവാൻ മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അതിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്താ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ദൈവം പരിഗണിക്കുന്ന ചിലതിനെ, ദൈവം നിർമ്മിക്കാനായി കരങ്ങളെടുത്തിരിക്കുന്ന ചിലതിനെ, അത് അമ്മയാകട്ടെ, അപ്പനാകട്ടെ, സഹോദരങ്ങളാകട്ടെ, കൂട്ടുവിശ്വാസികളാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, ദൈവിക പദ്ധതിയിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിലതിനെ പരിഗണിക്കേണ്ടതായിട്ട് വരും. പലയിടത്തും പരിഗണനകൾ നൽകേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ, സ്തോത്രം. പരിഗണിക്കരുതെന്ന് മനുഷ്യൻ അത് ചിന്തിച്ചാലും എത്ര പദ്ധതി ഇട്ടാലും അവൻ ഉപേക്ഷിക്കപ്പെടണമെന്നും അവനെ മൈൻഡ് ചെയ്യില്ലെന്നും അവൻ ഒരിക്കലും വളരരുതെന്നും മനുഷ്യൻ എത്ര നിർബന്ധം പിടിച്ചാലും, അവനെതിരെ മനുഷ്യൻ എത്ര നെഗറ്റീവായി ചിന്തകൾ കൊണ്ടുവന്നാലും, അവനെതിരെ എത്ര മോശകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലും, പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നവനെ പലരും പരിഗണിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അവന്റെ ഭവനത്തിൽ അവനൊരു പരിഗണന ലഭിച്ചു യാക്കോബിന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യാക്കോബേ, നീ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ നിന്നെ പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു, കൂടാരങ്ങളിൽ പാർത്ത്. അപ്പം ഈ യാക്കോബിന്റെ സൃഷ്ടിപ്പിന്റെ വേളയിൽ, സൃഷ്ടിപ്പ് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏശാവ് വനവാസിയാണ്, എന്നാൽ യാക്കോബ് കൂടാരവാസിയാണ്. നിങ്ങൾ അവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അബ്രഹാം എപ്പോഴും കൂടാരത്തിൽ പാർത്ത് ദൈവത്തെ ശുശ്രൂഷിച്ച, അല്ലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇസഹാക്കും അബ്രഹാമിനോട് കൂടെ തന്നെ കൂടാരത്തിൽ പാർക്കുമ്പോൾ വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായി ഏശാവിനെ കൂടാരത്തിൽ കിട്ടിയില്ല. ഏശാവ് വനവാസിയായിരുന്നു, അവൻ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ വല്യപ്പച്ചനോടും അപ്പനോടും കൂടെ കൂടാരത്തിൽ പാർത്ത് ദൈവപാദപീഠത്തിൽ ഇരുന്ന് ദൈവിക പണികളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. പിന്നീട് അവന്റെ ജീവിതത്തിൽ അവനെക്കുറിച്ചുള്ള പദ്ധതികൾ നിറവേറാൻ വേണ്ടി അവനൊരു ഓട്ടമൊക്കെ ഓടേണ്ടി വന്നെന്ന് പറഞ്ഞാലും, അവൻ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട വന്നെന്ന് പറഞ്ഞാലും, അതൊക്കെ ദൈവം അവനെ പണിയുന്നതിന്റെ ഭാഗങ്ങളായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നാം അല്പകാലം ദൈവസന്നിധിയിലൊക്കെ ഇരുന്ന് പ്രാപിക്കുന്ന കൃപകൾക്ക് ശേഷം നാം ജീവിതത്തിൽ അല്പം പ്രതിസന്ധികൾ നിമിത്തം ഓടിപ്പോകേണ്ടതായി വന്നാലും, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നാം പെട്ടുപോകേണ്ടതായി വന്നാലും, ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന ഏകാന്തതയിൽ പോലും നിന്നെ ഒറ്റയ്ക്കാക്കാതെ, ഹല്ലേലൂയ, ഒരു മരുഭൂമിയുടെ ഒരു ഏകാന്തതയിൽ ഒരു സൂര്യൻ അസ്തമിച്ചപ്പോൾ പോലും ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി മുഴുവൻ സ്വർഗം തുറന്നു വെച്ച് ദൈവസാന്നിധ്യം കൊടുത്ത്, ഒരു ദുസ്വപ്നങ്ങളും കാണാതെ, ഒരു പേടിപ്പിക്കുന്ന സാഹചര്യങ്ങളും അവന്റെ ജീവിതത്തിൽ വരാതെ, ഒരു കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഓടി ആദ്യമായി പുറം ലോകം കാണുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രത്യേക സുരക്ഷിതത്വത്തിന്റെ കീഴിൽ നിർത്തിയ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയാണ്, നിർമ്മിക്കുന്നവന്റെ മേൽ ദൈവിക പ്രൊട്ടക്ഷൻ അതുണ്ടാകും. അവനെങ്ങും ഒറ്റപ്പെട്ടു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. അവനൊന്നും ഇല്ലാതെയാവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ആരുടെ മുമ്പിൽ ക്ഷീണിതരാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ പോകുന്നിടത്തൊക്കെ ദൈവം അവന് ജയം നൽകും. അവന്റെ പ്രതിസന്ധികളെ ദൈവം ഏറ്റെടുക്കും. അവന്റെ പരാജയങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഹല്ലേലൂയ, ദൈവിക പദ്ധതിക്കും പണിക്കും അകത്ത് നിൽക്കുന്ന നിന്നെ തൊടുവാൻ ഒരു ദുഷ്ടശക്തിയെയും അവൻ അനുവദിക്കത്തില്ല. കാര്യം നാം അവന്റെ കരങ്ങളിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നാം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഒരു ദൂതനെ ഞാൻ പറയട്ടെ. എഫേഷ്യൻസ് ചാപ്റ്റർ 2 തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ
യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. നിങ്ങൾ ആ ഒരു വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. വളരുന്നു, വളരുന്നു. അല്ല, ഇത് മുരടിക്കുന്ന ഒരു പണിയല്ല. അല്ലേ, ഇത് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ അവസാനിച്ചു പോകുന്ന പണിയല്ല. ഇത് നമ്മെ നിത്യത എന്ന യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്നത് വരെയും ഇത് വളരുന്ന പണിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ലോകപ്രകാരം നമ്മൾ നോക്കിയാൽ, നമ്മൾ ജനിച്ച് നമ്മൾ ഭൂമിയിൽ വീണ് നമ്മുടെ വളർച്ച ആരംഭിച്ച സമയം നമുക്കറിയാം. നമ്മൾ ജനിച്ച ദിവസം മുതൽ, അല്ലെ, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടത് മുതൽ ഫിസിക്കലി നമുക്കൊരു വളർച്ച ഉണ്ടായിരുന്നു. എന്നാൽ ഏതോ ഒരു സമയം വന്നപ്പോൾ, ഒരു ഏജ് ആയപ്പോൾ നമ്മുടെ വളർച്ച നിന്നുപോയി. പിന്നീട് വളർന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊരു പ്രത്യേക ഹൈറ്റിലെത്തിയപ്പോൾ നമ്മുടെ ഹൈറ്റ് നിന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് എന്തോരമൊക്കെ കഴിച്ചാൽ ശരീരം വണ്ണം വെക്കുന്നതല്ലാതെ നമ്മൾ ഉയരം വെക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് ക്ഷീണങ്ങൾ സംഭവിക്കുന്നു. ഒരിക്കലും നമുക്കൊരു വളർച്ച എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ തൂത് പറയട്ടെ, ക്രിസ്തുയേശുവിൽ നാം പണിയപ്പെടുന്ന ഈ പണിയിൽ നമുക്ക് നിരന്തരം വളർച്ചയാണുള്ളത്. ഹല്ലേലൂയ. ഇതിന്റെ വളർച്ച ഒരു പ്രത്യേക ഒരു 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 പ്രത്യേക സാഹചര്യത്തിൽ അത് നിന്നു പോകുന്നതല്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ഏതെങ്കിലും ഒരു ദിവസം തീർന്നു പോകുന്നതല്ല. ഈ പണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം അതിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നുവോ, നമ്മൾ എത്രത്തോളം ദൈവസന്നിധി സ്വതന്ത്രമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, ഹല്ലേലൂയ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം നമ്മളിൽ പിന്നെയും ചലിപ്പിച്ച് പുതിയ പുതിയ പണികൾക്ക് അവൻ പദ്ധതി ഇടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു. ഇനി എനിക്കൊരു പ്രത്യാശയില്ല, ഇനി എനിക്കൊരു മുന്നേറ്റമില്ല, അല്ല, ഇനി എന്റെ ജീവിതത്തിൽ ഒന്നിനും യാതൊരു ഹല്ലേലൂയ, സ്തോത്രം, പ്രതീക്ഷയുമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അവന്റെ നാമത്തിനു വേണ്ടി, അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവം ചിലതിനെ ഇനിയും പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ കുറിച്ചുള്ള പണി അവന്റെ നാമ മഹത്വത്തിനു വേണ്ടി ദൈവം പിന്നെയും 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 തുടരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ പ്രായം ഒരു വിഷയമല്ല, നിന്റെ ആരോഗ്യം ഒരു വിഷയമല്ല, അത് നിന്റെ കാഴ്ചക്കുറവ് അവനൊരു വിഷയമല്ല, നിന്റെ കേൾവിക്കുറവ് അവനൊരു വിഷയമല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, സകലത്തിന്റെയും ന്യൂനതകളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിന് ആത്മാവിൽ പണിയുവാൻ കഴിയുന്ന ഒരു പാത്രമായി നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ പണിയുടെ പാർട്ടായി നമ്മൾ മാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒറ്റപ്പെട്ട് പണിയപ്പെടുകയല്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ എവിടൊക്കെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒന്നിന്റെ ഭാഗമല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇല്ല, നമ്മൾ വലിയൊരു പണിയുടെ ഭാഗമാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പണിയുടെ ഭാഗമാണ്. ഇന്ന് രാത്രികാലം എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവസഭയുടെ വളർച്ച ഇനിയും ആരംഭിക്കേണ്ടതായിട്ട്, ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നാം എന്ന ബ്രാഞ്ചിൽ ഇനിയും വളർച്ചകൾക്ക് സാധ്യത പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ലെന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നമുക്കിനിയും വളരാൻ കഴിയും, നമുക്കിനി ഫലം കായ്ക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ പണി ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കണക്ക് കൂട്ടുവാൻ കഴിയാത്തതിലപ്പുറമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഒരു നിരാശയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ, ഭാരത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാം ഒരു നിവാസമായി ഹല്ലേലൂയ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവിനാലാണ് പണിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഭയങ്കര കോർഡിനേഷനാണ്, ഭയങ്കര കോർഡിനേഷനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം വിചാരിക്കും നാം എവിടെയും ഒറ്റപ്പെട്ടു പോയെന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ പലതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി നമ്മൾ അത് കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ ഒരുപക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. നമുക്കൊന്നും അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. എന്നാൽ ആത്മാവിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണെങ്കിൽ, ആത്മമണ്ഡലത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രികാലം അസാധാരണമായ ദൈവപ്രവർത്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ആകപ്പാടെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇനി മുന്നോട്ടൊരു മുന്നേറ്റമില്ലെന്ന് കണ്ടിരിക്കുമ്പോൾ
അവന്റെ പ്രശ്നം മുഴുവൻ ഉസിയാവിന്റെ സിംഹാസനം തീർന്നു പോയതാണ്, നിന്നുപോയതാണ്. അല്ല, ഉസിയാവിന്റെ മരണം അവനൊരു വിഷയമായിരുന്നു. ലോകത്തിൽ ആശ്രയം അവന്റെ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ ഹാലലി ഉലക സ്ഥാപനത്തിന് മുമ്പേ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവസിംഹാസനം അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ, ആത്മാവിന്റെ ദൃഷ്ടി ഓപ്പൺ ആക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ കണ്ടൊരു കാര്യമുണ്ട്. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന, ഉയർന്നും താണും ഇരിക്കുന്ന അല്ല, ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന, അതിന് ഉയർച്ച മാത്രമേ ഉള്ളൂ, അതിന് ഉന്നതി മാത്രമേ ഉള്ളൂ, അതിന് താഴ്ചയില്ല. ആർക്കും അതിനെ താഴ്ത്തുവാനായിട്ട് കഴിയത്തില്ല, ആർക്കും അതിനെ അടക്കുവാനായിട്ട് കഴിയത്തില്ല. പൊങ്ങി നിൽക്കുന്ന, ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന സിംഹാസനം അത് ഓരോ നിമിഷവും ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ താത്തുകളയുവാനായിട്ട് കഴിയത്തില്ല. അത് മാത്രമല്ല, ഹാലലിയ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ, കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് ഹാലലിയ മന്ദിരത്തെ മുഴുവൻ നിറച്ചിരിക്കുന്ന ഒരു കാഴ്ച അവൻ കാണുകയാണ്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന നിവാസത്തെ മൂടുന്ന അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്ന അവന്റെ മഹത്വം എന്നെയും നിന്നെയും മൂടുന്നുണ്ട്. അല്ല, ഇന്ന് രാത്രിക്കാലം നാം വളരുന്നതിനനുസരിച്ച് നാം വളരാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ്, അവന്റെ മഹത്വം, അവന്റെ ഗ്ലോറി, ഹല്ലേലൂയ, അവന്റെ ശ്രേഷ്ഠത അത് നമ്മുടെ മേൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് പിന്നെ കവർ ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഈ പണിക്കൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ, ഇത് ഗ്ലോറി കൊണ്ട് കവർ ചെയ്യപ്പെടുന്ന ഒരു പണിയാണ്. ഹല്ലേലൂയ, മഹത്വം കൊണ്ട് കവർ ചെയ്യും കാര്യം. ഈ പണി അൾട്ടിമേറ്റ്ലി ചെല്ലുന്നത് ഒരു നിവാസമായിട്ടാണ്, ഒരു മന്ദിരമായിട്ടാണ്. ആ സിംഹാസനത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മന്ദിരത്തിന്റെ ഒരു പാർട്ട് പണിയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനും നിങ്ങളും എന്താണെന്ന് ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ പേരോ നമ്മുടെ വീട്ടുപേരോ ഹല്ലേലൂയ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അല്ല ഇവിടെ കാണേണ്ടത്. നേരെ മറിച്ച് നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ ഗ്ലോറിയാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് പണിതുകൊണ്ടിരിക്കുന്ന നിവാസത്തിന്റെ ഓരോ പണി കഴിയുമ്പോൾ ഇന്ന് രാത്രിയിൽ എന്നിലും നിങ്ങളിലും നടക്കുന്ന പണി അവൻ ഗ്ലോറി കൊണ്ട് കവർ ചെയ്യുകയാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ദൈവമേ, എന്റെ ശത്രുക്കൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷയില്ലെന്ന് അവരെന്നെ കുറിച്ച് പറയുക. അവര് പറയുക, ഒരിക്കലും ഇവന് ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷയില്ല, ഇവനിനി രക്ഷപ്പെടുകയില്ല, ഇവൻ നശിച്ചു പോകത്തേ ഉള്ളെന്ന്. ഹല്ലേലൂയ. ശത്രു എന്നെ നോക്കി പറയുക. അതോ എന്റെ ശത്രുക്കൾ മുഴുവനും ദൂരെയുള്ളവരല്ല, എന്റെ വീട്ടിൽ തന്നെ എനിക്ക് ശത്രുക്കളാണ്, അവനിനി ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല എന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു അസാധാരണ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ അസാധാരണമായ ഒരു കയ്യിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അഭിഷേകം കിട്ടിയിട്ടും ഹല്ലേലൂയ കാട്ടിലായിരുന്നപ്പോഴും ദുഷ്ടമൃഗങ്ങൾ കീറിപ്പറിക്കുവാൻ വന്നപ്പോഴും അവയൊക്കെ നിസ്സാരമായി കീറിപ്പറിച്ച് ഹല്ലേലൂയ അവയൊക്കെ നശിപ്പിച്ച് ഹല്ലേലൂയ ദൈവസന്നിധി ജയം നേടുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. മല്ലനായ ഗോലിയാത്തിനെ കവണയിലുള്ള ഒരു കല്ലുകൊണ്ട് മാത്രം ഹല്ലേലൂയ എറിഞ്ഞു വീഴ്ത്തുവാൻ ഉള്ള ബലം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു പ്രത്യേക പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ എന്നിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഗ്രോ ചെയ്യുകയാണ്. വി ആർ ഗ്രോയിങ് സ്റ്റേജിലാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ വളർച്ചയുടെ പാതയിലാണ്. ഇന്ന് രാത്രികാലം നമ്മൾ തീർന്നു പോയെന്ന് പറയുന്നിടത്ത് നമ്മൾ പറയണം, ഇല്ല, അത് സ്റ്റിൽ ഐ എം ഗ്രോയിങ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, സ്റ്റിൽ ഐ എം ഗ്രോയിങ്. അല്ലെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വളരുകയാണ്, എന്റെ പണി അവസാനിച്ചിട്ടില്ല, എന്നിലുള്ള പണി അവസാനിച്ചിട്ടില്ല, എന്നിലുള്ള ദൈവിക പദ്ധതി തീർന്നു പോയിട്ടില്ല. ഇന്ന് രാത്രിക്കാലം സ്റ്റിൽ ഐ എം ഗ്രോയിങ്. പരിശുദ്ധാത്മാവിൽ എത്ര പേർ അത് ഏറ്റെടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ തലമുറയെ നോക്കി പറ, നിങ്ങളെ നോക്കി പറ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കി പറ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നോക്കി പറ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി പറ, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികളെ അധികരിച്ച് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾക്ക് അപ്പുറം എന്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യോസഫിനെ കുറിച്ച് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ജോസഫിനെ കുറിച്ച് അവൻ പറയുകയാണ്, ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫലപ്രദമായ ഒരു വൃക്ഷം, നീരോ
നീരുറവിന്റെ അരികിൽ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. ഹല്ലേലൂയ. അവൻ മതിലിന്മേൽ പടരുന്നവനാണ്. അവനെതിരെ എത്ര മതിലുകൾ മനുഷ്യൻ കെട്ടിയാലും, ഹല്ലേലൂയ, അവൻ വളർന്നുകൊണ്ടിരിക്കും. അവനെതിരെ ആരൊക്കെ തടസ്സങ്ങൾ കൊണ്ടുവന്നാലും, അവനെ ഒതുക്കാൻ ആരൊക്കെ നോക്കിയാലും, ഹല്ലേലൂയ, അവനെ കീഴ്പ്പെടുത്തുവാൻ ആരൊക്കെ നോക്കിയാലും, ഹല്ലേലൂയ, ജോസഫിനെ നോക്കി പിതാവിന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ എല്ലാം വളർച്ച മുരടിച്ചപ്പോൾ ജോസഫ് വളരുകയായിരുന്നു. എന്റെ മറ്റു കുഞ്ഞുങ്ങളുടെ എല്ലാം വളർച്ച മുരടിച്ചപ്പോൾ ഈ വാർദ്ധക്യത്തിലും ജോസഫിനെ നോക്കി യാക്കോബിന് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇനി എത്ര വലിയ മതിലുകൾ ഇവന് മുന്നിൽ കെട്ടിയാലും ആ മതിലിന് ഇവനെ തോൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ആ മതിലിന് ഇവനെ ഒതുക്കിക്കളയുവാനായിട്ട് കഴിയത്തില്ല. ആ മതിലിന് ഇവനെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. ഈ മതിലിനെ അപ്പുറം വളർന്ന് കയറുവാനുള്ള ഒരു നീരുറവ അവന്റെ ഹല്ലേലൂയ ചുറ്റും ദൈവം കൊടുത്തിട്ടുണ്ട്. നീരുറവിനരികെ നിന്ന് വളരുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ വളരുന്ന നിവാസമേ, മന്ദിരമേ, ഹല്ലേലൂയ, സ്തോത്രം, മൺപാത്രമേ, പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഇന്ന് രാത്രി ദൂത് പറയുന്നു. നിന്നെ ഒതുക്കി വെക്കാൻ ഒരു മതിലിനും കഴിയത്തില്ല. നിന്നെ ഒതുക്കുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയത്തില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവാണ് ആ മതിലുകളെയൊക്കെ കവരുന്ന, ആ മതിലുകളെയൊക്കെ അധികരിക്കുന്ന, ആ മതിലുകളെയൊക്കെ തോൽപ്പിക്കുന്ന ഒരു അസാധാരണ ദൈവശക്തി. അതൊരു മന്ദിരമായി, ഹല്ലേലൂയ, അതൊരു ഗ്ലോറിയായി. ഹല്ലേലൂയ, ദാവീദ് പറയുന്ന പോലെ, നീയോ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ ഗ്ലോറി, ഹല്ലേലൂയ, എന്റെ മഹത്വം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഏറ്റു പറയാം. ഇന്ന് രാത്രികാലം ഞാൻ വളരുമ്പോൾ എന്റെ ദൈവത്തിന്റെ മഹത്വമാണ് വളരുന്നത്. ഞാൻ വളരുമ്പോൾ എന്റെ മഹത്വം അല്ല, ദൈവത്തിന്റെ മഹത്വം മറ്റേതോ ശക്തികളുടെ മേൽ മൂടപ്പെടുകയാണ്. ഹല്ലേലൂയ, ദാവീദിന്റെ ഈ ഒരൊറ്റ ഡിക്ലറേഷൻ മതി ശത്രു ലജ്ജിച്ചു പോകാൻ. നീ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, വളരുന്നവനെ അവന്റെ തല താഴ്ത്തി വെക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. വളരുന്നവൻ തല പൊക്കി തന്നെ വളരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ശത്രുവിന്റെ തീയമ്പുകൾക്ക് അവനെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷനിലാണ് ഈ വളർച്ച നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവം കൈപ്പണിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിൽ എത്തുവാനുള്ള പണിയായി പോകുന്നത്. അത് കൂടാരങ്ങളിലായാലും, അത് എത്ര പ്രയാസമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ പണിയെ അവസാനിപ്പിക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. ഈ രാത്രികാലം നമ്മളുള്ള സമയം തീരുകയാണ്. ഹല്ലേലൂയ, സ്വന്തം ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. ഇന്ന് രാത്രികാലം ഒരു സമർപ്പണത്തിനായ ഒരു ദൂത് ഞാൻ പറയട്ടെ. എന്നോട് ദൈവം ശക്തമായിട്ട് ഇടപെട്ടൊരു കാര്യം ഇതാണ്: വളരുന്ന ഒരു പണിക്ക് വേണ്ടി ദൈവം നമ്മളെ കണ്ടിരിക്കും. ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ പെന്തക്കോസ്ത് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഞാൻ വന്നിട്ട് 20 വർഷമായി 30 വർഷമായി എന്നൊക്കെ പറയുന്ന ഒരു മനസ്സുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 30 വർഷമായി, ഇനിയും മുന്നോട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഈ ലോകം വിട്ടു പോണം, ആ ദൈവം തരുന്ന നിത്യത പ്രാപിക്കണം, അത്രയേ ഉള്ളൂ. എവിടൊക്കെയോ പണികൾ അവസാനിപ്പിച്ച് ഇനി മതി, ഇനി വേണ്ട, ആ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് ഏലിയാവ് പറയുന്നത് പോലെ, മതി കർത്താവ്, ഇപ്പോഴെന്റെ പ്രാണനെ അങ്ങ് എടുക്കണമെന്ന് പറഞ്ഞ് പണി അവസാനിപ്പിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടാകാം. പണി തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത പലരും പണി മതിയെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ വർക്ക്മാൻഷിപ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ശൂന്യരായി പോകാനായിട്ട്. നമ്മളെപ്പോഴും പ്രതിസന്ധികൾക്ക് കീഴടങ്ങേണ്ടുന്ന ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ വളർന്നുകൊണ്ടിരിക്കുന്ന പണിയുടെ പ്രത്യേകത എന്നാണെന്നറിയാം, ചുറ്റും പരിചയം ഉണ്ടാകും, എപ്പോഴും ഗ്ലോറി മൂടും, എപ്പോഴും നമുക്ക് തല ഉയർത്താൻ കഴിയും. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും, പക്ഷെ അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ. നീതിമാൻ വളരുന്നവൻ സ്വദേശീയമായ പച്ചവൃക്ഷം പോലെയല്ല, അത് ദുഷ്ടനാണ്. ഹല്ലേലൂയ. പെട്ടെന്നുള്ള വളർച്ചയല്ല. ദുഷ്ടം പെട്ടെന്ന് വളരുന്നതിനെ കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അതിനെ കണ്ടില്ലെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ നീതിമാന്റെ വളർച്ച അങ്ങനെയല്ല. നീതിമാന് ചുറ്റും അസംഖ്യമായ അനർത്ഥങ്ങൾ കടന്നു വരും.
കാര്യം അസാധാരണമായ പണിയാണ് ഇവന്റെ മേൽ നടക്കുന്നത്. ഇവന്റെ മേൽ മൂടിയിരിക്കുന്നത് ഗ്ലോറിയാണ്. ഓ, എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? ഞാനും നീയും കാണാത്തൊരു ഗ്ലോറി നമ്മുടെ ചുറ്റിനും നമ്മുടെ മേൽ മൂടിയിട്ടുണ്ട്. നമ്മുടെ വളർച്ച ഓരോ നിമിഷവും വളരും തോറും ഗ്ലോറി വളരുകയാണ്. ദൈവമഹത്വം നമ്മുടെ ചുറ്റും വളരുകയാണ്. ഹല്ലേലൂയ. ഒരു മന്ദിരമായിട്ടാണ് നമ്മൾ പണിയപ്പെടുന്നത്. ഒരു പക്ഷെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു വലിയ സിറ്റിയിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളൊരു വില്ലേജിലായിരിക്കാം, അല്ലെ ആരും അറിയാത്ത റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കാം നിങ്ങൾ ഇന്ന് രാത്രി താമസിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളിലും ഒരു ഗ്ലോറി വളർന്നുകൊണ്ടിരിക്കുക. ദൈവമഹത്വം ചുറ്റും പരിചയമായി അത് വളർന്നുകൊണ്ടിരിക്കും. വളരുന്നവന് മാത്രമേ ഈ സുരക്ഷിതത്വം ലഭിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, വളരുന്നവന് മാത്രമേ ഈ സുരക്ഷിതത്വം ലഭിക്കത്തുള്ളൂ. വളരാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് മാത്രമേ ഈ സുരക്ഷിതത്വം ലഭിക്കത്തുള്ളൂ. വളരുന്നവനാണ് ഹല്ലേലൂയ സ്തോത്രം ചുറ്റും പരിചയമുള്ളത്. വളരുന്നവനാണ് മഹത്വമുള്ളത്. വളരുന്നവനാണ് തലപൊക്കുവാനായിട്ട് കഴിയുന്നത്. വളർച്ച മുരടിച്ച് മതി എന്ന് പറഞ്ഞിരിക്കുന്നവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം ചെയ്യും. ഏലിയാവിന് കൊടുത്തതുപോലെ കനലിന്മേൽ ചുട്ട അപ്പവും ഇറച്ചിയൊക്കെ കൊടുത്ത് ദൈവം പിന്നെയും ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ദൈവം ശക്തീകരിപ്പിക്കാനായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ക്ഷീണിച്ചു പോകേണ്ടുന്നവനല്ല നമ്മൾ, വളരേണ്ടുന്നവൻ. സ്റ്റിൽ അവിടെ വചനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ഇപ്പോഴും ഇസ്രായേലിന് അവയ്ക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഇസ്രായേലിന് എല്ലാ കാലത്തും ഒരു പ്രത്യാശയുടെ ഒരു ചാൻസ് ദൈവം വെച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നമുക്ക് ഒരു ചാൻസ് എപ്പോഴും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. അവൻ നമ്മുടെ പ്രൊവൈഡർ അല്ല, ഹീസ് മൈ ഹീറോ. ദൈവം നമ്മുടെ പ്രൊവിഷനാണ്. ഹീസ് അവർ പ്രൊവിഷൻ. ദൈവം നമ്മുടെ പ്രൊവിഷനാണ്. കാര്യം അവനിലാണ് നമ്മൾ വളരുന്നത്. നമ്മൾ അവനിൽ ചേർത്ത് വളർത്തുകയാണ്, ചേർത്ത് പണിയുകയാണ്. ഇത് വളരുന്നൊരു പണിയാണ്, ഒരിക്കലും നിർത്തിക്കളയുന്നൊരു പണിയാണ്. അതുകൊണ്ട് ഈ രാത്രികാലം പരിശുദ്ധാത്മാവിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവെ, ഈ നല്ല സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരുന്ന ദൈവജനത്തെ ഇതിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. അടിയനെ താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് കൃത്യമായി ഇടപെട്ടതിനായി നന്ദി പറയുന്നു. മഹത്വം എടുക്കണം സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവസരങ്ങൾ തന്ന ദൈവദാസന്മാർക്കും ദൈവജനത്തിനുമുള്ള നന്ദി അറിയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു.